നമസ്കാരം. സോംജിസ് മിററിൽ മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരിക്കൽ കൂടി യുദ്ധഭീഷണിയിലായിരിക്കുന്നു മാർക്കറ്റ്. ആഗോള മാർക്കറ്റുകളിലെല്ലാം തന്നെ അതിൻ്റെ പ്രതിഫലനങ്ങളുണ്ടായി. ഇസ്രായേൽ ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണം മാർക്കറ്റിനെ നല്ല രീതിയിൽ ബാധിക്കുകയുണ്ടായി. ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളും ആണവ നിലയങ്ങളൊക്കെയാണ് ഇസ്രായേൽ ടാർഗറ്റ് ചെയ്തത്. അവിടുത്തെ പ്രതിരോധം കംപ്ലീറ്റ് തകർത്ത് കളയാൻ ഇസ്രായേലിനായി എന്നാണ് വാർത്തകൾ അറിയിക്കുന്നത്. ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് പ്രതിരോധമൊന്നും ഉണ്ടായില്ല എന്ന് നമ്മൾക്കും ഏകദേശം ഇപ്പോഴും വ്യക്തമായിട്ടുണ്ട്. അവരുടെ ആർമി തലവന്മാർ, അങ്ങനെയുള്ള നേതാക്കന്മാരൊക്കെ കൊല്ലപ്പെടുകയുണ്ടായി. ഇറാൻ ശക്തമായി തിരിച്ചടിക്കും. അതെത്ര വരെ ഉണ്ടാകും, എങ്ങനെയാകും എന്നൊക്കെയുള്ളതാണ് മാർക്കറ്റിൻ്റെ കൺസേൺ. മാർക്കറ്റ് വിചാരിക്കുന്നത് അതത്ര വലിയൊരു ഇഫക്റ്റ് ഉണ്ടാക്കുകയില്ല എന്നാണെന്ന് തോന്നുന്നു. അതാണ് മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് സമയത്ത് ഒരു 150 പോയിൻറ്റോളം മാത്രമാണ് നിഫ്റ്റിയിൽ ഇടിവുണ്ടായിട്ടുള്ളത്. അതൊരു സാധാരണ ദിവസത്തെ നെഗറ്റീവ് കൊണ്ട് വരാവുന്ന ഇടിവായി മാത്രം കണക്കൂട്ടാനുള്ളൂ. അതേസമയം രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് 400 പോയിൻറ്റിന് മുകളിൽ താണ ഒരവസ്ഥയിലായിരുന്നു. അത് പിന്നീട് പടിപടിയായി കയറി ഒരു 250 പോയിൻറ്റോളം മാർക്കറ്റ് കവർ ചെയ്യപ്പെട്ടു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് മാർക്കറ്റ് ഉദ്ദേശിക്കുന്നത് ഇത് മറ്റൊരു യുദ്ധം പോലെ പാലസ്തീനുമായിട്ടോ അല്ലെങ്കിൽ യുക്രൈൻ റഷ്യയുമായിട്ട് നടക്കുന്ന യുദ്ധം പോലെ മാത്രം കരുതിയാൽ മതി. അല്ലാതെ അതിശക്തമായ രീതിയിൽ ഇറാനിൽ നിന്ന് തിരിച്ചൊരു ആക്രമണം ഉണ്ടാകുമെന്ന് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നില്ല. അല്ലെങ്കിൽ അതിനവർക്ക് കോപ്പില്ല എന്ന് തന്നെയാണ് മാർക്കറ്റ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. അല്ലെങ്കിൽ മാർക്കറ്റിലുള്ളവർ ആ രീതിയിൽ വീക്ഷിക്കുന്നു അതിനെ. ഇന്ത്യൻ മാർക്കറ്റുകൾ ശക്തമായ നിലയിൽ നിൽക്കുന്ന ഒരവസരത്തിലായിരുന്നു ഇങ്ങനെയൊരു വാർത്ത കൂടി വന്നത്. അത് വീണ്ടും തിരിച്ചടിയായി. മാർക്കറ്റ് വീണ്ടും താഴോട്ട് വന്നു. 24,500 ബ്രേക്ക് ചെയ്തു. പക്ഷെ വീണ്ടും തിരിച്ചു കയറി. കഴിഞ്ഞ ഏകദേശം ഒരു മാസത്തോളമായി 24,500-നും 25,200-നും ഇടയിൽ മാർക്കറ്റ് കളിക്കാൻ തുടങ്ങിയിട്ട് അതിൽ നിന്ന് ഒരു മുന്നേറ്റം നടത്താൻ സാധിക്കുന്നില്ല മാർക്കറ്റിന്. 25,200 കടന്നൊന്ന് പോകാൻ പറ്റുന്നില്ല. 25,200 എത്തിക്കടന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് നിലനിർത്താനായിട്ടില്ല. 24,500 ബ്രേക്ക് ചെയ്ത സമയങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെയും നിൽക്കാതെ അത് തിരിച്ച് വീണ്ടും 24,500 കടന്നു നിന്നു. മാർക്കറ്റ് ഇങ്ങനെ വളരെ കാലമായി ഒരു സ്റ്റെബിലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് മുന്നേറാനുള്ള അവസരങ്ങൾ പലതും വരുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള നെഗറ്റീവ് ന്യൂസുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. മാർക്കറ്റിൽ ഇന്ന് വന്ന വാർത്തകളിൽ പലതും മാർക്കറ്റിനെ പോസിറ്റീവായിട്ടുള്ളത് തന്നെയാണ്. ഇൻഫ്ലേഷൻ റേറ്റ് 2.8 വന്നു. കഴിഞ്ഞ മാസം 3.2% ഉണ്ടായിരുന്ന റീറ്റെയിൽ ഇൻഫ്ലേഷനാണ് 2.8 നിലവാരത്തിലേക്ക് വന്നു. 3 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലോട്ടാണ് എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രൈവറ്റ് കൺസംഷൻ ഡേറ്റ എന്ന് പറഞ്ഞ് ഒരു ഡേറ്റ പുറത്തു വന്നത് 7.2% ആണ് പ്രൈവറ്റ് കൺസംഷൻ ഡേറ്റ. അത് 5.2% ആയിരുന്നു. അതുമാത്രമല്ല, നമ്മളുടെ GDP റേറ്റിന് മുകളിൽ പ്രൈവറ്റ് കൺസംഷൻ ഡേറ്റ വരുന്നത് 3 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ അതും മാർക്കറ്റിന് പോസിറ്റീവായ ചില ന്യൂസുകളായിരുന്നു. പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കാൻ മാർക്കറ്റിലാകുന്നില്ല. അതിനേക്കാൾ വലിയ നെഗറ്റീവ് ന്യൂസുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നലെ
എയർ ഇന്ത്യയുടെ വിമാനം തകർന്നതായിരുന്നു പ്രശ്നം. ഇന്ന് അതിനെയെല്ലാം ഡിസ്കൗണ്ട് ചെയ്ത് മാർക്കറ്റ് മുന്നോട്ട് കുതിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഇസ്രായേൽ ആക്രമണം ഉണ്ടാകുന്നു. അങ്ങനെ മാർക്കറ്റിന് നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ വരുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ട ഒരവസ്ഥയിലൊന്നുമല്ല മാർക്കറ്റ് ഇപ്പോഴെന്നുള്ളതിന് സംശയമില്ല. മാർക്കറ്റ് ശക്തമായി തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. മാർക്കറ്റിന് ഇതിൻ്റെ ഈ നെഗറ്റീവ് ന്യൂസുകളുടെ പ്രതിരോധമൊന്ന് ഭേദിച്ച് മുന്നോട്ട് പോകാനുള്ള അവസരം വരേണ്ടതുണ്ട്. അതിനായി അല്പം ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും. കാരണം ഇപ്പോഴുള്ള നെഗറ്റീവ് ന്യൂസുകൾ അങ്ങനെ പെട്ടെന്ന് തീരുന്ന ഒരവസ്ഥയിലല്ല. എന്നാലും അടുത്ത ക്വാർട്ടറൊക്കെ തീർച്ചയായിട്ടും നമ്മൾക്ക് നല്ലത് പ്രതീക്ഷിക്കാം. കാരണം ഈ ക്വാർട്ടറിൽ വരുന്ന റിസൾട്ടുകൾ മാർക്കറ്റിന് തീർച്ചയായിട്ടും ഒരു ദിശാബോധം നൽകുന്നതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഏത് രീതിയിലാണെങ്കിലും മാർക്കറ്റ് 25,200 എന്ന് റെസിസ്റ്റൻസ് കടന്നു പോകാൻ ഒരല്പം സമയമെടുക്കുമെന്ന് തന്നെ വേണം വിചാരിക്കാൻ. അടുത്ത ക്വാർട്ടർ റിസൾട്ടുകൾ വന്നു തുടങ്ങുമ്പോൾ നമുക്ക് 25,200 മുകളിലേക്ക് പോകുമെന്ന് ഉറപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. മാർക്കറ്റിന് ശക്തമായ നിലപാട് തന്നെയാണുള്ളത്. ഇന്ത്യയിലെ മാക്രോ എക്കണോമിക് ഡേറ്റകളെല്ലാം പോസിറ്റീവായി തന്നെയാണ് തുടരുന്നത്. പക്ഷേ ചെറിയ ചില ഡേറ്റകളാണ്, മൈക്രോ ഡേറ്റകൾ പലതും നെഗറ്റീവായി മാറുന്നുണ്ടോ എന്ന് സംശയിക്കണം. കമ്പനികളുടെ റിസൾട്ട് സംബന്ധമായി വന്ന വാർത്തകൾ, അത് ഓരോ കമ്പനികളെ എടുത്തു നോക്കുമ്പോഴും മാർക്കറ്റിനെ അല്പം പിന്നോട്ട് വലിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ടുകൾ. അതിൻ്റെ പ്രതിഫലനവും നമ്മളുടെ മാർക്കറ്റുകളിൽ കാണുകയുണ്ടായി. അപ്പോൾ ഇനി വരാൻ പോകുന്ന ക്വാർട്ടറിലെ റിസൾട്ടുകൾ ചിലപ്പോൾ പോസിറ്റീവ് ആകുമെന്ന് പലരും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ക്വാർട്ടറിലെ GDP റേറ്റൊക്കെ ഉയർന്നു നിൽക്കുകയാണ്. അതിനു മുകളിലേക്ക് GDPക്ക് ഉയരാനായാൽ തീർച്ചയായിട്ടും കമ്പനികളുടെ പ്രോഫിറ്റിലുമൊക്കെ നല്ല വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനെ പോസിറ്റീവായി പ്രതീക്ഷിക്കാം. നമ്മൾ നിരാശരാവേണ്ട സമയമൊന്നുമല്ല. ഇതുപോലുള്ള യുദ്ധങ്ങളെല്ലാം ഇനിയും മാർക്കറ്റ് പലപ്പോഴായി കടന്നു പോയിട്ടുണ്ട്. ഇത് യുദ്ധവും ഒരുപാട് നീണ്ടുപോകുമെന്നോ അല്ലെങ്കിൽ അത് വളരെയേറെ സ്വാധീനം ചെലുത്തുമെന്നോ പറയാറായിട്ടില്ല. ഇറാൻ്റെ പക്ഷത്തു നിന്ന് നോക്കിയാൽ പോലും അവർക്ക് ശക്തമായ തിരിച്ചടിക്കുള്ള കോപ്പുണ്ട് എന്ന് തോന്നുന്നില്ല. മറ്റു രാഷ്ട്രങ്ങൾ അധികം അവരെ സഹായിക്കാനുണ്ടാകുകയും ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും യുദ്ധങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും എന്നല്ലാതെ അതിൽ നിന്ന് വളരെ ശക്തമായ നിലപാടുകളുള്ള അല്ലെങ്കിൽ വളരെ ശക്തമായി മാർക്കറ്റിനെ സ്വാധീനിക്കാൻ കഴിവുള്ള ഇവൻറ്റുകൾ, സംഭവങ്ങൾ ഉണ്ടാകും എന്ന് പറയാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റ് പോസിറ്റീവായി തുടരും എന്ന് പറയാൻ കാരണം. മാർക്കറ്റിലേക്ക് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ മാത്രം ഇടപെടുക. നല്ല ഷെയറുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായ വാർത്തകളും ന്യൂസുകളും ഉള്ളപ്പോൾ മാത്രം ഇടപെടുക. അതുപോലെ തന്നെ ഏറ്റവും നല്ല ഷെയറുകളിൽ കുറഞ്ഞ വിലയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവയിൽ നിക്ഷേപിക്കാനുള്ള ശ്രമം തുടരുക. മാർക്കറ്റ് ഇന്ന് IT കമ്പനികളുടെ ഷെയറുകൾ ഉയർന്നാണ് വന്നത്. അതേപോലെ പ്രതിരോധ മേഖലയെ സംബന്ധിച്ച് പറഞ്ഞാൽ അതും പോസിറ്റീവായിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. അപ്പോൾ മാർക്കറ്റിൽ അങ്ങനെയുള്ള ചില സ്പോട്ടുകളുണ്ട്, അല്ലെങ്കിൽ ഗ്രീൻ സ്പോട്ടുകൾ പലതും കാണാനുണ്ട്. അത് നല്ല കമ്പനികളുടേതിൽ തുടരുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇന്നിപ്പോൾ കോഫോർജ് ഒക്കെ നന്നായിട്ട് പോസിറ്റീവായി തന്നെയാണ് നിന്നത്. കോഫോർജിനൊക്കെ നല്ല സാധ്യതകളുണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറേ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ റെക്കമെൻഡേഷനുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഡിക്സൺ ടെക്നോളജീസ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ വീണ്ടും ഒരു ചെറിയ താഴ്ചയിലാണ്. അപ്പോൾ അത് ഡിപ്പിൽ വാങ്ങാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഡിക്സൺ ടെക്നോളജീസ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പണമാണ്, അത് നല്ല രീതിയിൽ ഉപയോഗിക്കുക. നല്ല ഷെയറുകളിൽ അല്ലെങ്കിൽ ബ്ലൂ ചിപ്പ് ഓഹരികളിലെ ലാർജ് ക്യാപ്പ് ഓഹരികളിലാണ് ഇത്തരം സമയങ്ങളിൽ മുടക്കാൻ ധൈര്യസമേതം മുടക്കാവുന്നത് എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. വീണ്ടും
കാണുന്നത് വരെ നമസ്കാരം. എന്നെ ആദ്യമായി കേൾക്കുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. ഇതൊക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി എപ്പോഴും ഉണ്ടാകുന്നതാണ്. തീർച്ചയായിട്ടും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. വീണ്ടും കാണാം.